ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഓണം സ്പെഷ്യലായിട്ടുള്ള സദ്യയിലൊക്കെ വിളമ്പാനും അതല്ലാതെ നമുക്ക് വീടുകളിൽ എപ്പോഴും തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വളരെ രുചികരമായ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു പായസത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് ഈ പായസം റെഡിയാക്കാൻ ഇത്രയും ഐറ്റങ്ങളാണ് വേണ്ടത്. 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തത്. എന്നിട്ട് അത് നല്ല ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഡബിൾ ഹോഴ്സിൻ്റെ സാമ്പ ബ്രോക്കൺ വീറ്റാണിത്. ഇതിന് വേറെ ഏത് ടൈപ്പിലുള്ളതും എടുക്കാവുന്നതാണ്. ഇനി നമുക്കത് കുക്കറിലോട്ട് ഇടാം. നമ്മൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കുമ്പോൾ 3 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. എന്നാൽ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. നമ്മൾ 2 കപ്പൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഡ്രൈ ആകും. അതുകൊണ്ടാണ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലാവുന്നത് വരെ വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ അത് 2 വിസിലായി. ഒന്ന് തണുത്തതിന് ശേഷമാണ് അത് ഓപ്പൺ ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കൂടുതൽ വെന്തിടാൻ പാടില്ല. നമ്മളത് ഒന്നുകൂടെ കുക്ക് ചെയ്തുകൊണ്ട് ഇപ്പോഴത് നല്ല സോഫ്റ്റായി ഇരിക്കുന്നു. കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമുക്ക് ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നാലേ അതിൽ നല്ലപോലെ നെയ്യുടെയൊക്കെ ഫ്ലേവർ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ 2-3 മിനിറ്റ് ആയി. ഞാനത് വീഡിയോയിൽ അത്രയും കാണിച്ചിട്ടില്ല. നമ്മൾ 1 കപ്പ് ഗോതമ്പ് എടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് ശർക്കരയാണ് എടുക്കേണ്ടത്. ഇത് അതിൻ്റെ കറക്റ്റ് മധുരം ഉണ്ടാവും. അതിൽ കൂടുതൽ മധുരം ആവശ്യമാണെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഒരു 1/2 കപ്പ് കൂടെ ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതേപോലെ ഒരു 3-4 മിനിറ്റ് ശർക്കരയിലും നെയ്യിലും കിടന്നിങ്ങനെ വേകണം. എന്നാലേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതേപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് വേവിച്ച് വെച്ച ചവ്വരി ഇവിടെ ചേർക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂൺ ചവ്വരി ഞാൻ മുന്നേ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ സമയം അതിലോട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പായസത്തിന് ക്വാളിറ്റിയുള്ള ശർക്കര എടുത്തു കഴിഞ്ഞാൽ വെള്ളമൊഴിച്ച് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ടി വരും. എക്സ്ട്രാ 1 സ്പൂൺ നെയ്യൂടെ നമുക്കതിൽ ചേർക്കാം. അതിൽ നിന്ന് വിട്ട് വരുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 2ാം പാൽ ഒഴിക്കാം. ആദ്യം 2 കപ്പ് തേങ്ങ തിരുമിയതിന് ശേഷം ആദ്യം നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് അത് കൈകൊണ്ട് നല്ല ഞെരടി എടുത്തതിന് ശേഷം അത് 1ാം പാലായിട്ടും 2ാം പാലെടുത്തത് 1 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് അതിൻ്റെ കൊത്തിങ്ങനെ നല്ല അരച്ചെടുത്തിട്ട് അതിൻ്റെ പാലാണ് ഈ ഒഴിച്ചത്. അതൊന്ന് തിളച്ച് കുറുകി വന്നിട്ട് 1ാം പാൽ ചേർക്കാം. ഇനി അധികം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിനായി ഒരു 10 ഏലക്ക ഇങ്ങനെ ക്രഷ് ചെയ്ത് ചേർക്കണം. എന്നിട്ടത് നല്ല മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ പായസത്തിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറുണ്ട്. നമ്മളിത് ഉണ്ടാക്കി ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്കതിലേക്ക് കാഷ്യൂനട്ട് കിസ്മിസൊക്കെ വറുത്ത് ചേർക്കണം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടും അതുപോലെ 2 ടേബിൾ സ്പൂൺ കിസ്മിസ്, ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഇടാവുന്നതാണ്. എന്നിട്ടത് നല്ല റോസ്റ്റ് ചെയ്ത് അതിലോട്ട് ചേർക്കാം. നമ്മൾ ഈ പായസം ഉണ്ടാക്കാൻ 1 കപ്പ് നുറുക്ക് ഗോതമ്പായിരുന്നു എടുത്തിരുന്നത്. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ പായസം കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നല്ല മിക്സാക്കി എടുക്കാം. ഈ പായസം ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ചിലപ്പോൾ തിക്കാവാൻ സാധ്യതയുണ്ട്. തിക്കാവുന്നുവെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചത് ലൂസാക്കി എടുക്കാം. അതല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാവുന്നതാണ്. ഇതിനു മുന്നേ കുറേയേറെ വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓണസമയമായതിനാൽ അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ദയവായി ഒന്ന് കണ്ടു നോക്കണേ. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായാൽ ഫാമിലിയിലുള്ള റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ നന്ദി.